അടുത്തിടെ വൈറ്റ് ഹൗസിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നു. പുടിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. നിരവധി മാധ്യമങ്ങൾ തയ്യാറായി നിന്നു. ഒരു ചോദ്യം ഉയർന്നു. ടക്കർ കാൾസൺ മോസ്കോയിലേക്ക് പോയി റഷ്യൻ പ്രസിഡന്റായ പുടിനെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതായിരുന്നു ചോദ്യം. ഉടനെ വൈറ്റ് ഹൗസിൽ നിന്നും മറുപടിയും വന്നു. അമേരിക്കൻസ് മന്ദബുദ്ധികളല്ല, മാത്രമല്ല പുടിൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. പുടിന്റെ യഥാർത്ഥ ഫേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടക്കർ കാൾസൺ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത് പുടിനെയാണ്. അതുകൊണ്ട് തന്നെ ആരും വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇന്റർവ്യൂ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ എന്തിനെയൊക്കെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം എന്തുകൊണ്ട് ആരംഭിച്ചു, എപ്പോൾ അവസാനിക്കും, ഇതുവരെ അവസാനിക്കാത്തതിന്റെ പിന്നിൽ എന്താണ് കാര്യം, ഏതെങ്കിലും രാജ്യമുണ്ടോ, അടുത്തതായി വരുന്ന അമേരിക്കൻ ഇലക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും 2 മണിക്കൂർ ടക്കർ കാൾസണും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനും സംസാരിച്ചു. എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടക്കർ കാൾസൺ ഫോക്സ് ന്യൂസ് എന്ന മാധ്യമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ്, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് എല്ലാം ഒരു ആവേശം ഉണ്ടാക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എന്തുകൊണ്ട് അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നു, അതിന്റെ ഹിഡൻ പാർട്സ് എന്തൊക്കെയെന്നുള്ള മുഴുവൻ വിവരങ്ങളും ടക്കർ കാൾസൺ പുറത്തുവിട്ടു. അപ്പോൾ തന്നെ ടക്കർ കാൾസണെ പുറത്താക്കണമെന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫോക്സ് ന്യൂസ് തള്ളപ്പെടുന്നു. എന്നാൽ ഫോക്സ് ന്യൂസിൽ നിന്നും ടക്കർ കാൾസണെ പുറത്താക്കി കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കുറയും, റേറ്റിംഗ് കുറയും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ടക്കർ കാൾസണെ പുറത്താക്കിയേ പറ്റൂ എന്ന ഒരു പ്രഷർ വന്നതുകൊണ്ട് ഫോക്സ് ന്യൂസിൽ നിന്നും ടക്കർ കാൾസൺ പുറത്തായി. ഫോക്സ് ന്യൂസിൽ നിന്നും പുറത്തു വന്ന ടക്കർ കാൾസണെ എലൺ മസ്ക് വെൽക്കം ചെയ്യുന്നു. വരൂ, എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്റർവ്യൂ നടത്തൂ, ആ ഇന്റർവ്യൂ വൈറലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് ടക്കർ കാൾസണെ എക്സ് പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്തു. അങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ് പ്ലാറ്റ്ഫോമാണ് അംഗീകരിക്കുന്നത് എന്ന് എലൺ മസ്കും ടക്കർ കാൾസണും കാണിച്ചു തന്നു. പിന്നീട് ഇത് ഇനിയും വിപുലപ്പെടുത്തണം. റഷ്യൻ പ്രസിഡന്റായ പുടിന്റെ ഇന്റർവ്യൂ എടുക്കണം. അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത് ആര് എന്ന ചോദ്യം വരുമ്പോൾ പുടിന്റെ നിരവധി ഒഫീഷ്യൽസ് തന്നെ നിരവധി പേരുകൾ സജസ്റ്റ് ചെയ്തു. അങ്ങനെ സജസ്റ്റ് ചെയ്ത പേരിൽ ആദ്യം ഉണ്ടായിരുന്ന പേരാണ് ടക്കർ കാൾസൺ. ആരാണ് ടക്കർ കാൾസൺ? അമേരിക്കൻ ആണെങ്കിൽ കൂടി അവിടെ നടക്കുന്ന സത്യങ്ങൾ, അനീതികൾ, ഹിഡൻ ഫേസസ്, ഹിഡൻ പാർട്സ് ഇതൊക്കെ ധൈര്യമായി പുറത്തു പറയും. ടക്കർ കാൾസണ് ഒരു മെസ്സേജ് പോകുന്നു. പുടിൻ ഇന്റർവ്യൂവിന് തയ്യാറായി നിൽക്കുന്നു. ചോദ്യങ്ങൾ തയ്യാറായി വെക്കുക. 2 വർഷത്തിന് ശേഷമാണ് പുറം രാജ്യത്തുള്ള ഒരാളുമായി ഇന്റർവ്യൂവിൽ ഏർപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മോസ്കോയിലേക്ക് നിങ്ങൾ വരേണ്ടി വരുമെന്നതായിരുന്നു മെസ്സേജ്. ടക്കർ കാൾസൺ മോസ്കോയിലെത്തി. ഈ ടക്കർ കാൾസൺ മോസ്കോയിലെത്തി പുടിനെ മാത്രമല്ല മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ തന്നെ എഡ്വാർഡ് സ്നോഡൻ ഇപ്പോൾ റഷ്യയിലുണ്ട്. ലോകത്തിൽ വെച്ച് തന്നെ അമേരിക്കക്കെതിരെ നിരവധി എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് അത് ജനങ്ങൾ അറിയണമെന്നും പറഞ്ഞ് ഒരു വലിയ ഓപ്പറേഷൻ നടത്തിയ എഡ്വാർഡ് സ്നോഡനെയും കണ്ട് സംസാരിച്ചു. പുടിന്റെ ഇന്റർവ്യൂവും അതുപോലെ തന്നെ എഡ്വാർഡ് സ്നോഡനുമായുള്ള സംസാരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാവിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തത് എന്ന വിശദീകരണവും ടക്കർ കാൾസൺ പുറത്തുവിട്ടു. പുടിനുമായുള്ള ഇന്റർവ്യൂ വൈറലാക്കണം, ട്രെയിലർ പുറത്തുവിടണം. സോ ഒരു റൂഫ് ടോപ്പിൽ പുറകിൽ റെഡ് സ്ക്വയർ കാണുന്നത് പോലെ ഇരുന്ന് ഹോട്ടൽ റിഡ്സ് കാൾട്ടൺ റൂഫ് ടോപ്പിലാണ് ഇരുന്നത്. ഈ ഒരു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലേക്ക് അത്ര ആരെയും കടത്തി വിടാറില്ല. കാരണം ആ ഹോട്ടൽ നിയന്ത്രിക്കുന്നത് ഒരു KGB ഏജന്റ് ആണ്, ഒരു ഇന്റലിജന്റ് ഓഫീസറിന്റെ ഹോട്ടൽ. ആ ഒരു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ ഇരുന്ന് ബാക്കിൽ റെഡ് സ്ക്വയർ കാണുന്നത് പോലെ ഇരുന്ന് അദ്ദേഹം സംസാരിക്കുന്നു. ഉടനെ തന്നെ ഇന്റർവ്യൂ ഉണ്ടാകും, എല്ലാവരും തയ്യാറാകുക. എല്ലാവരും ആ ഇന്റർവ്യൂ എപ്പോൾ റിലീസ് ആവുമെന്ന് കാത്തിരുന്നു. ഈ ഇന്റർവ്യൂ 2 പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് ടക്കർ കാൾസന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, രണ്ടാമത്തേത് എക്സ് പ്ലാറ്റ്ഫോമിൽ. ഇതിൽ പുടിൻ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് ഡബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാം. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ദൈർഘ്യം ഏകദേശം 2 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ ഒരു 8-9 പാർട്ടായി ഇതിനെ തിരിക്കാൻ പറ്റും. ആദ്യം ഈ യുദ്ധം എന്തുകൊണ്ട് ആരംഭിച്ചു, പോളണ്ടിനെതിരെയും ആക്രമണം നടത്തുമോ, യൂറോപ്പ് യൂണിയൻ, നാറ്റോ പോലെയുള്ള രാജ്യങ്ങളെ എതിർക്കുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പുടിന്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ടക്കർ കാൾസനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. ടക്കർ കാൾസൺ അമേരിക്കയെ റോങ് ആയി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രൊപ്പഗണ്ട പരത്താനാണ് ശ്രമിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ നിരവധി തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്, പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നു എന്നും പറഞ്ഞ് ഇതൊരു ഫേക്ക് ഇന്റർവ്യൂ എന്നും പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ മാധ്യമങ്ങൾ വഴി ഈ ഇന്റർവ്യൂവിനെ ഡാർക്കൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പുടിന്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം മാസ് ആയിരുന്നത് കൊണ്ടാണോ എന്തോ നിരവധി പുടിൻ ഫാൻ ബോയ് രൂപപ്പെട്ടിട്ടുണ്ട്.
ഇനി എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? റഷ്യക്കെതിരെ അമേരിക്ക ഉപയോഗിച്ച ആയുധം എന്താണെന്ന ഒരു ചോദ്യം ടക്കർ കാൾസൺ ചോദിക്കുന്നു. അതിന് മറുപടിയായി പുടിൻ പറഞ്ഞ ഉത്തരം സാമ്പത്തിക ഉപരോധം. അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധമായ സാമ്പത്തിക ഉപരോധം ഞങ്ങൾക്കെതിരെ വിക്ഷേപിച്ചു. പക്ഷെ അമേരിക്കയുടെ ആയുധം പരാജയപ്പെട്ടു. ഞങ്ങൾക്കെതിരെ അമേരിക്ക വിക്ഷേപിച്ച ഈ ആയുധം പരാജയപ്പെട്ടു എന്ന് അമേരിക്ക അറിഞ്ഞ ആ നിമിഷം മുതൽ അമേരിക്കയുടെ പരാജയം ആരംഭിച്ചു എന്ന് പുടിൻ ഇന്റർവ്യൂവിൽ തുടർന്നു. അടുത്ത ഒരു ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് മാറിയാൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, റഷ്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും സുഹൃത്ത് ബന്ധുവായി തുടരുമോ എന്നൊരു ചോദ്യം ഉയരുന്നു. ഇതിന് ഉത്തരമായി ഒരു എസ് ഓർ നോയാണ് ടക്കർ കാൾസൺ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇദ്ദേഹം തെല്ലും ആലോചിക്കാതെ പറഞ്ഞ ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റുമായെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെയാണ്, ഫ്രണ്ട്സായി തന്നെയാണ് തുടർന്നത്. ജോർജ് ഡബ്ല്യു ബുഷ് ആയിക്കോട്ടെ, ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവിടെ അടുത്ത പ്രസിഡന്റ് ആര് എന്നതല്ല ചോദ്യം. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ ഡിസിപ്ലിൻ എന്നെ ബാധിക്കുന്നില്ല. ഇനി അഥവാ അമേരിക്കൻ പ്രസിഡന്റ് മാറിയാലും അവർ ഞങ്ങൾക്കെതിരെ എടുക്കുന്ന തീരുമാനങ്ങൾ, അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബന്ധം തുടരില്ല എന്നാണ് പറയുന്നത്. സോ അവസാനമായി ജോ ബൈഡനുമായി എപ്പോഴാണ് സംസാരിച്ചത് എന്ന ചോദ്യത്തിന് കുറച്ച് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. 2022 ഫെബ്രുവരി മാസത്തിന് മുമ്പ് എപ്പോഴോ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്ക റഷ്യ ബന്ധത്തിലുള്ള വിള്ളൽ കൃത്യമായി ഇതിലൂടെ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതൊരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല? ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും പുടിനെ തട വിധിച്ചിട്ടുണ്ട്. പുടിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ പുടിൻ സംസാരിക്കുന്ന രീതിയിലോ ഉള്ള യാതൊരു വീഡിയോയും ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിരവധി സാങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് കൂടാതെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത് ഷെയർ ചെയ്യാത്തത്. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമായിരുന്നു. നോർഡ് സ്ട്രീം 1, നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈൻ ആരായിരിക്കും വിള്ളൽ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നു. അതിന് തെല്ലും ആലോചിക്കാതെ ചെറുപിഞ്ചിരിയോടെ പുടിൻ പറഞ്ഞ ഉത്തരം നിങ്ങളാണ് എന്നാണ്. ഇതിന് ഒരു നിമിഷം ഷോക്ക് ആയെങ്കിലും, ടക്കർ കാൾസൺ ഷോക്ക് ആയെങ്കിലും അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആയിരിക്കില്ല അത് ചെയ്തത്, അന്ന് ഞാൻ ബിസി ആയിരുന്നു എന്നാണ്. അപ്പോൾ പുടിൻ പറയുന്നു, നിങ്ങളാകാൻ യാതൊരു സാധ്യതയുമില്ല, കാരണം ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വെച്ച് CIA-യും റഷ്യയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. സോ അത് ചെയ്തത് ആരുമാകാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ടക്കർ കാൾസൺ ചോദ്യങ്ങൾ എഴുതി വെച്ച ആ ചോദ്യങ്ങൾ മാത്രമല്ല പുടിനോട് ചോദിക്കുന്നത്. പുടിന്റെ ഉത്തരത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ടക്കർ കാൾസൺ അവിടെ രൂപീകരിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന്റെ കണ്ടിന്യൂറ്റി കളയാതെ തന്നെ ടക്കർ കാൾസൺ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. നോർഡ് സ്ട്രീം 1, നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈൻ എക്സ്പ്ലോഷൻ ആയി എന്നത് നിങ്ങൾക്കറിയാം. എവിഡൻസും നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണിക്കാമല്ലോ എന്ന് ചോദിക്കുന്നു. ഇതിന് പുടിൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? വാർ പ്രൊപ്പഗണ്ട വ്യാപിപ്പിക്കുന്നതിൽ അമേരിക്കയെ വീഴ്ത്താൻ മറ്റാർക്കും കഴിയില്ല. കാരണം എല്ലാ മീഡിയ കൺട്രോളും അവരുടെ പക്കലാണുള്ളത്. യൂറോപ്പ് യൂണിയന്റെ മുഴുവൻ മീഡിയ കൺട്രോളും അമേരിക്കയുടെ കയ്യിലാണുള്ളത്. ശരിയാണ്, എവിഡൻസ് ഉണ്ട്, എവിഡൻസ് കൊടുക്കാനും പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ് ഇതാണ് സത്യം, ഇതാണ് തെറ്റ് എന്ന് ജനങ്ങൾ അറിയുന്നതിനേക്കാൾ അമേരിക്ക പറഞ്ഞാൽ മാത്രമാണ് അവർ വിശ്വസിക്കുക എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അടുത്ത ചോദ്യം, ബ്രിക്സ് സമ്മേളനം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ മൾട്ടിപോളാർ വേൾഡ് രൂപീകരിക്കാൻ പോകുന്നു. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, യെസ്, ഞങ്ങൾ അത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബ്രിക്സിൽ ചൈന മാത്രമാണ് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി എന്നാണ് അവർ കരുതുന്നത്. 1-2 വർഷം കഴിയുമ്പോൾ റഷ്യയെ എതിർക്കുന്നതിനേക്കാൾ അധികമായി അമേരിക്ക ചൈനയെ എതിർക്കും. ചൈനയുടെ വളർച്ച ആ രീതിയിലാണുള്ളത്. ചൈനയുടെ പോപ്പുലേഷൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ എണ്ണം ഏകദേശം 145 കോടിയുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ എന്ന് വെക്കുമ്പോൾ 10% മാത്രമാണുള്ളത്. ചൈന മാത്രമല്ല, ബ്രിക്സിലെ ഓരോ രാജ്യങ്ങളുടെ വളർച്ചയും അമേരിക്കയെ ഭയപ്പെടുത്താമെന്ന് പറയുന്നു. ടക്കർ കാൾസൺ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉക്രൈനിൽ നിങ്ങൾ ആക്രമണം നടത്തുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. ഇതിന് തെല്ലും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം, അത് ഒരു സിവിൽ വാർ ആണ്. ടക്കർ കാൾസണ് ഒന്നും മനസ്സിലായില്ല. ഇതെങ്ങനെ ആഭ്യന്തര യുദ്ധമാകും? ഉക്രൈൻ എന്നത് നിങ്ങളുടെ രാജ്യമാണോ എന്ന് ചോദിക്കുന്നു. ഉക്രൈൻ ഞങ്ങളുടെ രാജ്യമല്ല. ഇപ്പോൾ ഉക്രൈനിൽ ഒരു 4 റീജിയണിൽ ആക്രമണം നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് 13-ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു, അതുപോലെ 1600-കളിൽ ഉക്രൈന്റെ ഈ ഭാഗങ്ങൾ ആരുടെ ഭരണത്തിന് കീഴായിരുന്നു ഉണ്ടായിരുന്നത്? ക്രീമിയ ഉൾപ്പെടെ പല ഭാഗങ്ങളും റഷ്യൻ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി റഷ്യൻസ് അവിടെ താമസിച്ചിരുന്നു. അതിനെ ഉക്രൈൻ എന്ന ഒരു രാജ്യമാക്കി മാറ്റി
നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള സ്വാതന്ത്ര്യത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഇത് പുറത്തു പറയാൻ മടിക്കുന്നു? ഞങ്ങളുടെ പക്കൽ എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എവിഡൻസ് എല്ലാം അടങ്ങിയ ഒരു ഫയൽ ടക്കർ കാൾസണ് കൊടുത്തു. ഇതെല്ലാം വാങ്ങി കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം, 24 വർഷമായി നിങ്ങളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇതെല്ലാം റഷ്യയുടെ ഭാഗമാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത്രയും വർഷം വെയിറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഇത് ഒരു കറക്റ്റായ ചോദ്യമാണ്. ഇതുവരെ ഞങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള പ്രശ്നവും ഉക്രൈൻ അല്ലെങ്കിൽ ഉക്രൈനിലെ ആ 4 ഭാഗങ്ങൾ ഞങ്ങൾക്കെതിരെയുള്ള യാതൊരു പ്രശ്നവും അവരുണ്ടാക്കിയില്ല. ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തില്ല. ഇപ്പോൾ നിയോനാസിസം വളർത്തുന്നു. അതുകൊണ്ട് തന്നെ നിയോനാസിസത്തിനെതിരെ ഞങ്ങളുടെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ തള്ളപ്പെട്ടു എന്ന് പറയുന്നു. ഉടനെ തന്നെ അടുത്തതായി ടക്കർ കാൾസന്റെ ചോദ്യം തുടങ്ങുന്നു. നിയോനാസിസം എന്ന് വെച്ചാൽ എന്താണ്? അതെങ്ങനെ പ്രതിരോധിക്കും? അതെങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കും എന്ന്. നാസിസം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാനായി രൂപീകരിക്കുന്നുമുണ്ട്. അവരെ പ്രതിരോധിക്കുക, അവർക്കെതിരെ ആക്രമണം നടത്തുക, ഇതാണ് എന്റെ ജോലി, ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മൾട്ടിപോളാർ വേൾഡ് എന്നത് വരുമ്പോൾ തീർച്ചയായും ഇതെല്ലാം ശരിയാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ കാര്യം, യെസ്, തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. ടക്കർ കാൾസൺ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അതെങ്ങനെയാണ് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്ന് നിങ്ങൾ പറയാൻ കാരണമെന്ന്. അതിന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യെസ്, വളരെ പെട്ടെന്ന് അവസാനിക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഉക്രൈന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ പറയൂ. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ യുദ്ധം അവസാനിക്കുമെന്ന് പറയുന്നു. ശരിയല്ലേ? ഇപ്പോൾ ഉക്രൈൻ അല്ലല്ലോ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന് ആയുധം കൊടുത്ത്, ഉക്രൈന് പണം കൊടുത്ത്, ഉക്രൈൻ യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന മറ്റു പല രാജ്യങ്ങളാണ് ഉക്രൈനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായി തന്നെ പുടിൻ പറഞ്ഞു. ഓക്കെ, അമേരിക്കയുടെ ഒരു ജേർണലിസ്റ്റിനെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് അല്ലേ? അദ്ദേഹത്തെ റിലീസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. അതിന് പുടിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു ജേർണലിസ്റ്റ് വാർത്ത മാത്രമാണ് ശേഖരിക്കേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ സീക്രട്ട് ഇൻഫർമേഷൻസ് എല്ലാം ശേഖരിച്ച് അത് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പേര് ജേർണലിസം അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ജേർണലിസ്റ്റിനെ അപ്പോൾ റിലീസ് ചെയ്യില്ലേ എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയിൽ ഞങ്ങളുടെ ഒരു ജേർണലിസ്റ്റിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. സോ ജർമ്മനിയിലുള്ള ഞങ്ങളുടെ ജേർണലിസ്റ്റിനെയും അമേരിക്കയുടെ ഈ ഒരു ജേർണലിസ്റ്റിനെയും സ്വാപ്പ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അമേരിക്ക ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. കൂടാതെ മറ്റൊരു ചോദ്യം, പോളണ്ട്, ലാത്വിയ, ലിത്വേനിയ ഇവിടെയൊക്കെ ആക്രമണം നടത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് റഷ്യ പറയുന്നു, തീർച്ചയായും ആക്രമണം നടത്തും. പക്ഷേ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ, റഷ്യക്കെതിരെ ആക്രമണം നടത്തിയാൽ തീർച്ചയായും ആക്രമണം നടത്തും. അതല്ലാതെ മറ്റൊരു രാജ്യത്തിലും കയറി ആക്രമണം നടത്തണമെന്ന ചിന്ത ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. കൂടാതെ എന്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്ന ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. വളരെ ക്ലിയർ ആയ ഒരു ഇന്റർവ്യൂ. എന്തൊക്കെ പറയണം, എന്തൊക്കെ എവിഡൻസ് കാണിക്കണം, എന്തൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, ഇതെല്ലാം വ്യക്തമായി പറഞ്ഞ് ടക്കർ കാൾസണുമായുള്ള ഈ ഒരു ഇന്റർവ്യൂവിലൂടെ ഒരു ഡിബേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ ഇനി ടക്കർ കാൾസണ് യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നറിയില്ല, അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നറിയില്ല. പല രാജ്യങ്ങളും ടക്കർ കാൾസനെതിരെ തട വിധിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു ഇന്റർവ്യൂ മുഴുവനായും പുടിൻ ചെയ്തതാണ് ശരി, പുടിൻ പ്രവർത്തിക്കുന്നതാണ് ശരി, പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന ഒരു അവലോകനമാണ് ജനങ്ങളുടെ മനസ്സിൽ വിതച്ചിരിക്കുന്നത്. ടക്കർ കാൾസൺ പുടിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിബേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് മറ്റൊരു വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് അയച്ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.